ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുമ്പോൾ ഇത് എന്തെങ്ങനെ പതഞ്ഞ് പൊന്തണത്. ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ പതയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന്, അങ്ങനെ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്ത് നിന്നു തോന്നുന്നു. അങ്ങനെ എൻ്റെ ഒരു ചട്ടിയുടെ അടിഭാഗം നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷമൊക്കെ ആ ചട്ടി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചട്ടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ പതയൊക്കെ മാറുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ ചട്ടി പൊട്ടിയത്. അന്ന് ഞാൻ ഇതുപോലെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവുമ്മലാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റൗവുമ്മേ ചട്ടിയൊക്കെ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്നിങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാണ്ട്. എന്നിട്ട് പിന്നെ പൊട്ടിയിട്ട് ഇതിൻ്റെ ഈ ചീളൊക്കെ ഉണ്ടാവുമല്ലോ, മണ്ണിൻ്റെ ചീള്, അതൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഓഫാക്കി. പിന്നെ എനിക്ക് പേടിയായി. സ്റ്റവൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പിന്നെ ചട്ടിയിൽ നോക്കിയപ്പോഴാണ് അടിഭാഗമൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയുടെ അടിഭാഗം കമിഴ്ത്തി നോക്കിയപ്പോൾ ശരിക്കും നല്ല വരയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ നാശമായി. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ വെള്ളം അങ്ങനെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ അതങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കാറിലേക്ക് പേടിയാവും ഇതെങ്ങാനും പൊട്ടിയാലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ വെളിച്ചെണ്ണയിലേക്ക് എന്തെങ്കിലും ഇടും, ഇല്ലെങ്കിൽ അതെങ്ങാനും പൊട്ടിയാലോ എനിക്ക് ഇപ്പോഴും പേടി. ഒരു അനുഭവം ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ചെയ്യാൻ നിൽക്കില്ലല്ലോ. ഇന്ന് ഞാൻ ആരിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക ഉള്ളി എല്ലാതും ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിച്ചക്ക എനിക്ക് അമ്മ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാലത്ത് പണിയൊക്കെ എളുപ്പമായിട്ടോ. പിന്നെ തേങ്ങ ചെറിയതും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇടിച്ചക്കയുടെ കൂടെ ഞാൻ മുതിര, പയർ അങ്ങനെ എന്തെങ്കിലും വേവിച്ച് ചേർക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം വെറും ഇടിച്ചക്ക മാത്രമാണ് വെക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആരിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാൻ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അതിന് ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടും. ഇടിച്ചക്ക ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിത് ഓൾറെഡി വേവിച്ച സംഭവമാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ വലിയ അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ചെറിയ തീയിലേക്ക് വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നതാണാവോ. ഞാൻ ഇപ്പോഴാണിത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. എനിക്ക് ചില സമയത്ത് തീരെ ബോധം എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവില്ല. കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനിത് കറക്റ്റ് 5 മിനിറ്റ് ടൈമറിൽ വെക്കുകയാണ് കേട്ടോ, പുട്ട് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് 5 മിനിറ്റ് മതി ആവി കയറ്റിയാൽ കറക്റ്റ് പുട്ട് ആയി കിട്ടുമെന്ന്. ഞാൻ ഇതൊരു 5, 10, 15 മിനിറ്റൊക്കെ വെക്കാറുണ്ട്. എനിക്കിതിൻ്റെ ടൈം കറക്റ്റ് അറിയാത്ത കാരണം. ഇപ്പോൾ കറക്റ്റ് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചക്ക ഞാൻ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ മറന്നു പോയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലാതെ കരിഞ്ഞ് പിടിച്ചില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയ രീതിക്കൊക്കെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പണിയുടെ ഇടയിൽ വേറെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് വെച്ചെങ്കിൽ എനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ മറന്നു പോകല്. എന്തായാലും കൂടുതൽ കരിഞ്ഞു പോകാത്തത് നന്നായി. കരിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ആ പാത്രത്തിൻ്റെ ഉള്ളിലും അതാകെ അടച്ചു വെച്ചിട്ട് വേവിക്കില്ലേ, അപ്പോൾ അത് ആ മണമൊക്കെ ആയിട്ട് പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടില്ല. എന്തായാലും അപ്പോഴേക്കും ഓർമ്മ വന്നു. ഇന്ന് ഇവിടുത്തെ തറവാട്ടമ്പലത്തിൽ പൂജയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ആരും പോണതിൻ്റെ പിന്നെ എൻ്റെ എല്ലാ പണികളും ഒരുവിധം തീർത്ത് വെക്കുകയാണ്. പിന്നെ സേമോളെ എണീറ്റിട്ടില്ലെങ്കിൽ ഇപ്പോൾ സേമോളെ എണീറ്റ് അവൾക്കും കൂടി ഭക്ഷണം കൊടുത്താൽ പിന്നെ പോകേണ്ട സമയമാവും. തറവാട്ടമ്പലത്തേക്ക് പോകേണ്ട കാര്യം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ പിന്നെ പുട്ടിൻ്റെ കൂടെ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ചിക്കൻ കറി പിന്നെ എടുത്തില്ല. ചിക്കനൊക്കെ കൂട്ടിയാൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. 8:45 ഇത് അമ്മ വന്നിട്ട് ആര്യനെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അവൻ്റെ വണ്ടി 8:45 കഴിഞ്ഞാൽ വരും. പിന്നെ ഇപ്പോൾ എക്സാം അല്ലേ, അതുകൊണ്ട് ബാഗിൽ അധികം കനമൊന്നുമില്ല. എക്സാം രാവിലെ കഴിയും, പക്ഷേ അവരെന്നെ ഉച്ചയ്ക്ക് വിടുമൊന്നുമില്ല കേട്ടോ. 4 മണി വരെ ക്ലാസ് ഉണ്ട്. നോക്കട്ടെ സൈമോൾ അങ്ങോട്ട് തിരിഞ്ഞേ. സുന്ദരിയായി. എവിടേക്കാ പോണേ? എവിടേക്കാ കേക്കല്ലേ? എവിടേക്കാണ്? അമ്പലത്തേക്കല്ലേ? ഓക്കെ. അമ്മ വരുന്നുണ്ട്. പോവാണ് അമ്പലത്തേക്ക്. നോക്കിയൊക്കെ അമ്മ റെഡിയായി, സേമോളും റെഡിയായി. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം അല്ലേ? അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോയി വരുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പൂജയും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാവും. പിന്നെ നല്ല വെയിലല്ലേ, അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് കിടന്ന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് പിന്നെ പിറ്റേ ദിവസം കാലത്താണ്. ആരിനിപ്പോൾ എക്സാം തുടങ്ങിയതുകൊണ്ട് തന്നെ ആരിന് ഞാൻ എൻ്റെ കൂടെ എണീപ്പിക്കും കേട്ടോ. അവൻ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞാനിതാ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവന് മാത്സാണ് ഇനി എക്സാം, അതിനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് റോൾ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ല പൊടിയായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ.
കോഴിമുട്ട ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതേ പാനിൽ തന്നെ ഞാൻ ഉള്ളിയും തക്കാളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് പോകുമൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ പച്ചമണം ഇതൊക്കെ ഒന്ന് മാറിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഉള്ളി തക്കാളി ഇട്ട് വഴറ്റിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ അതൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് മറ്റേ മല്ലിപ്പൊടി ഒരു ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി ഞാൻ ഇനി ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അത് നന്നായി വഴറ്റി പച്ചമുളക് എല്ലാം മാറണ വരെ വഴറ്റിയതിൻ്റെ ശേഷം കോഴിമുട്ടയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മസാലയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് കേട്ടോ. ചപ്പാത്തി ഞാൻ കുറച്ച് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇല്ലാച്ചെങ്കിൽ പിന്നെ അത് റോൾ ഉണ്ടാക്കുമ്പോൾ ഈ ചപ്പാത്തിക്ക് കട്ടി കൂടുതലാണെന്ന് വെച്ചെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി പരത്തിയെടുക്കുമ്പോഴേക്കും ആരും പറയുന്നുണ്ട് ആരിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വയറിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആരിനുള്ള റോള് ആദ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ട മസാല ചപ്പാത്തിയുടെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഒരു ചീസ് എടുത്തിട്ട് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റേ പിസ്സയുടെ സോസ് ഉണ്ടല്ലോ, ആ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അതൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് വീണ്ടും. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. എഗ് റോൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പിസ്സ സോസ് ഒഴിച്ചത് എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമായില്ല. പിന്നെ ഉണ്ടാക്കണതിൽ ഞാൻ സോസ് ഒഴിച്ചില്ല, ഞാൻ ജസ്റ്റ് ചീസ് മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ എനിക്കൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. തേങ്ങ പൊളിച്ച് വെച്ചതിൻ്റെ ശേഷം 2 ദിവസം മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ ശരിക്കും വെയിലില്ല, രാത്രിയൊക്കെ മഴ, പിന്നെ അതുപോലെ പകലും ഇടയ്ക്ക് ചില സമയങ്ങളിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെയിൽ നന്നായിട്ട് കണ്ടപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് വെട്ടി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആരും വന്നിട്ട് ആരും തേങ്ങയുടെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു.